ഹലോ, വെൽക്കം ബാക്ക് ടു ടിങ്കിൾ ലൂപ്സ്. ഇന്ന് നമ്മൾ ക്രോഷ ചെയ്യാൻ പോകുന്നത് ഒരു ക്യൂട്ട് വൈറൽ പ്രൊഡക്റ്റ് ആണ്, ടുലിപ്പ് ബാഗ് ചാൻ. ഫസ്റ്റ് നമുക്ക് മാജിക് സർക്കിൾ ചെയ്യണം. അതിനുവേണ്ടി നൂല് കയ്യിലെടുത്ത് വിരലിലൂടെ ഒരു എഗ് ഷേപ്പിൽ ചുറ്റിയെടുത്തൊരു ലൂപ്പ് ഉണ്ടാക്കുക. ഇനി ലൂപ്പിനെ പുറത്തെടുത്ത് വർക്കിംഗ് യാണിനെ ലൂപ്പിനടിയിൽ കൊണ്ടുവയ്ക്കുക. ഇനി ഹുക്ക് ഉപയോഗിച്ച് ഈ യാണിനെ ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇപ്പോൾ ഹുക്കിലൊരു ലൂപ്പ് കിട്ടും. ഈ ലൂപ്പിനെ ഇങ്ങനെ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇനി ഈ സർക്കിളിനെ ലോക്ക് ചെയ്യാൻ വേണ്ടി ഒരു ചെയിൻ ഇട്ട് കൊടുക്കണം. അതിനെ യാൺ ഓവർ ചെയ്ത് ഹുക്കിലുള്ള ലൂപ്പിലൂടെ ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെടുക്കുക. അങ്ങനെ ചെയിൻ ഇട്ട് നമ്മൾ മാജിക് സർക്കിൾ ലോക്ക് ചെയ്തു. ഇനി നമ്മൾ ഈ സർക്കിളിന് ചുറ്റുമാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് റോയിൽ ഈ സർക്കിളിനകത്ത് 6 സിംഗിൾ ക്രോഷ ചെയ്ത് കൊടുക്കും. ഹുക്കിനെ സർക്കിളിലേക്ക് ഇങ്ങനെ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി യാൺ ഓവർ ചെയ്തൊരു ലൂപ്പിനെ പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇനി യാൺ ഓവർ ചെയ്ത് ഹുക്കിലുള്ള 2 ലൂപ്പിലൂടെ ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ സിംഗിൾ ക്രോഷ റെഡി. ഇനി സെക്കൻഡ് സിംഗിൾ ക്രോഷ ചെയ്യാം. അതിനുവേണ്ടി ഹുക്കിനെ സർക്കിളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. യാൺ ഓവർ ചെയ്ത് ഒരു ലൂപ്പിനെ പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇപ്പോൾ നമുക്ക് ഹുക്കിൽ 2 ലൂപ്പ് കാണാം. സോ എഗെയിൻ യാൺ ഓവർ ചെയ്ത് ഈ ഹുക്കിലുള്ള 2 ലൂപ്പിലൂടെ ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെടുക്കുക. ഒന്നുകൂടി കാണിച്ചു തരാം. ഹുക്കിനെ ഇങ്ങനെ സർക്കിളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി യാൺ ഓവർ ചെയ്തൊരു ലൂപ്പിനെ പുറത്തേക്ക് വലിച്ചെടുക്കുക. എഗെയിൻ യാൺ ഓവർ ചെയ്ത് ഹുക്കിലുള്ള ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ 3 സിംഗിൾ ക്രോഷ ചെയ്തു. ഇനി നമുക്ക് 3 സിംഗിൾ ക്രോഷ കൂടി ചെയ്ത് കൊടുക്കണം. ബിഗിനേഴ്സിന് വേണ്ടി നമ്മൾ ക്രോഷ ബേസിക്സ് ആൻഡ് സ്റ്റിച്ചസ് ട്യൂട്ടോറിയൽ വീഡിയോ ഓൾറെഡി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ പഠിക്കേണ്ടവർക്ക് അത് പോയി ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ഈ റൗണ്ടിൽ നമ്മൾ ടോട്ടൽ 6 സിംഗിൾ ക്രോഷ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് സർക്കിൾ ക്ലോസ് ചെയ്യണം. അതിനുവേണ്ടി യാണിൻ്റെ അറ്റത്ത് പിടിച്ച് ഇങ്ങനെ ടൈറ്റായിട്ട് പുള്ളി ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ റൗണ്ട് ജോയിൻ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ എല്ലാ റോയിലെയും ഫസ്റ്റ് സിംഗിൾ ക്രോഷയെ സ്റ്റിച്ച് മാർക്കർ ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫസ്റ്റ് സ്റ്റിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ഹുക്കിനെ ഫസ്റ്റ് സിംഗിൾ ക്രോഷയുടെ ടോപ്പ് വീട് അടിയിലേക്ക് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഹുക്കിനെ ഇൻസെർട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ യാൺ ഓവർ ചെയ്ത് ഒരു ലൂപ്പിനെ പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇനി പുറത്തേക്ക് വലിച്ചെടുത്ത ലൂപ്പിനെ ഓൾറെഡി ഹുക്കിലുള്ള ലൂപ്പിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ സ്ലിപ്പ് സ്റ്റിച്ച് കംപ്ലീറ്റ് ആയി. നമ്മൾ ഈ റൗണ്ട് ജോയിൻ ചെയ്തു. ഇനി സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഈ ചെയിൻ സ്റ്റിച്ച് നമ്മൾ കൗണ്ട് ചെയ്യില്ല. ലാസ്റ്റ് റോയിലെ ഫസ്റ്റ് സിംഗിൾ ക്രോഷയിലാണ് നമ്മൾ ഈ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത സെയിം സ്റ്റിച്ച് അവിടെ സിംഗിൾ ക്രോഷ ചെയ്ത് കൊടുക്കുക. നമ്മുടെ റോ 2വിൽ നമ്മൾ ഓരോ സ്റ്റിച്ചിലും ഇൻക്രീസ് ചെയ്ത് കൊടുക്കും. അതായത് ഓരോ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ വെച്ച് ചെയ്ത് കൊടുക്കും. ഈ റോ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷ കിട്ടും. ഈ റോയിലെ ആദ്യത്തെ സിംഗിൾ ക്രോഷ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ കൂടി ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് സിംഗിൾ ക്രോഷ മാർക്ക് ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. മാർക്ക് ചെയ്യാതെ നിങ്ങൾക്ക് ഫസ്റ്റ് സിംഗിൾ ക്രോഷ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ ചെയ്താൽ മതി. ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷ ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിൽ അതുപോലെ തന്നെ സെയിം 2 സിംഗിൾ ക്രോഷ ചെയ്ത് കൊടുക്കണം. ഇനി ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് ഓരോ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ വെച്ച് ചെയ്ത് കൊടുക്കണം. സെക്കൻഡ് റോ കംപ്ലീറ്റ് ആയി. ഈ റോയിൽ നമ്മൾ ഓരോ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ വെച്ച് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഈ റോ ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് 12 സ്റ്റിച്ച് കിട്ടണം. കൗണ്ട് കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തണം. ഇനി ഫസ്റ്റ് സിംഗിൾ ക്രോഷയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതിനുവേണ്ടി ഹുക്കിനെ ഇങ്ങനെ ഫസ്റ്റ് സിംഗിൾ ക്രോഷയിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി യാൺ ഓവർ ചെയ്ത ഒരു ലൂപ്പിനെ പുറത്തേക്ക് വലിച്ചെടുക്കണം. പുതിയതായി വലിച്ചെടുത്ത ഈ ലൂപ്പിനെ ഓൾറെഡി ഹുക്കിലുള്ള ലൂപ്പിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക. അടുത്തത് തേർഡ് റോ സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ആ ഫസ്റ്റ് സിംഗിൾ ക്രോഷയില്ലേ, ആ സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ ഒരു സിംഗിൾ ക്രോഷ ചെയ്ത് കൊടുക്കുക.
ഇനി അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കും. അതായത് 2 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കണം. ഒരു സിംഗിൾ ക്രോഷേ കംപ്ലീറ്റ് ആയി. ഇനി ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ കൂടി ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് സിംഗിൾ ക്രോഷേ മാർക്ക് ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. ഈ റോയുടെ പാറ്റേൺ ഇതാണ്. ഒരു സ്റ്റിച്ചിൽ നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻക്രീസ് ചെയ്യും. അതായത് 2 സിംഗിൾ ക്രോഷേ. സിംഗിൾ ക്രോഷേ ഇൻക്രീസ്, സിംഗിൾ ക്രോഷേ ഇൻക്രീസ്. ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് ബാക്കിയുള്ള സ്റ്റിച്ചസ് കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഈ റോയുടെ എൻഡിൽ നമുക്ക് 18 സ്റ്റിച്ച് കിട്ടും. തേർഡ് റോ കംപ്ലീറ്റ് ചെയ്തു. ഈ റോയിൽ നമുക്ക് ടോട്ടൽ 18 സിംഗിൾ ക്രോഷേ കിട്ടി. ഇനി നമ്മൾ ലാസ്റ്റ് റൗണ്ടിൽ ചെയ്തോളെ തന്നെ ഫസ്റ്റ് സിംഗിൾ ക്രോഷയിലേക്ക് കൊണ്ടുവന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഈ റൗണ്ടിനെ ജോയിൻ ചെയ്യും. അങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഈ റൗണ്ട് ജോയിൻ ചെയ്തു. ഇനി അടുത്ത റോ 4നായിട്ട് നമുക്ക് ചെയിൻ ഇട്ട് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ലാസ്റ്റ് റോയിലെ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ, അതായത് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത സെയിം സ്റ്റിച്ച്, അവിടെയാണ് നമ്മൾ ഈ റോയിലെ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ ഇട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് സിംഗിൾ ക്രോഷേ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ 2 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുത്തു. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ, അതായത് നമ്മുടെ മൂന്നാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യും. ആ സെയിം സ്റ്റിച്ചിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷേ ഇട്ട് കൊടുത്തു. ഈ റോയിലെ പാറ്റേൺ ഇതാണ്. ഒരു സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ ചെയ്യുക, അതിൻ്റെ അടുത്ത സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ ചെയ്യുക, നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ ഇട്ട് കൊടുക്കുക. അതായത് സിംഗിൾ ക്രോഷേ ഇൻക്രീസ്. ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് ഈ റോ കംപ്ലീറ്റ് ചെയ്തോളൂ. റോ 4 ഫിനിഷായി. അങ്ങനെ ഈ റോയുടെ അവസാനം നമുക്ക് 24 സിംഗിൾ ക്രോഷേ കിട്ടണം. ഇനി നേരത്തെ ചെയ്തതുപോലെ ഫസ്റ്റ് സിംഗിൾ ക്രോഷയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഈ റൗണ്ട് നമുക്ക് ജോയിൻ ചെയ്യാം. ഇനി റോ 5 സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഈ റോ സ്ട്രെയിറ്റ് ആൻഡ് സിമ്പിൾ ആണ്. ഓരോ സ്റ്റിച്ചിലും നമ്മൾ ഓരോ സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കും. അതായത് ഈ റോയുടെ അവസാനം നമുക്ക് 24 സിംഗിൾ ക്രോഷേ തന്നെ കിട്ടും. അങ്ങനെ റോ 5ഉം കംപ്ലീറ്റ് ആയി. ഈ റോയിൽ നമ്മൾ ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുത്തു. അങ്ങനെ നമുക്ക് ഈ റോയുടെ അവസാനം 24 സ്റ്റിച്ചസ് കിട്ടി. ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഈ റൗണ്ട് ജോയിൻ ചെയ്യാം. സോ ഫസ്റ്റ് സിംഗിൾ ക്രോഷയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി റോ 6 സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഈ റോ 6 തൊട്ട് റോ 10 വരെ നമ്മൾ ഈ സെയിം പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ ഇട്ട് കൊടുക്കണം. അതായത് ഇനി ബാക്കിയുള്ള ഓരോ റോ കംപ്ലീറ്റ് ആകുമ്പോഴും ഓരോ റോയിലും 24 സ്റ്റിച്ചസ് വെച്ച് കിട്ടും. കൗണ്ട് കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്താൻ മറക്കല്ല. അങ്ങനെ ഞാനിവിടെ 10 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഈ ലാസ്റ്റ് റൗണ്ട് ജോയിൻ ചെയ്യാം. ഇനി ഹുക്കിനെ പുറത്തെടുത്ത് യാൺ കട്ട് ചെയ്ത് കൊടുക്കണം. യാൺ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ലോങ് ടൈൽ വേണം. നമ്മുടെ ബാക്ക് ചാവിന് 2 ടുളിപ്പ് വേണം. സോ ഞാൻ ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ലീഫ് പാർട്ട് ചെയ്യാം.
അതിന് നമുക്ക് 16 ചെയിൻ വേണം. പതിനാറ് ചെയിൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്ത് സെക്കൻഡ് ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഹുക്കിനെ സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി യാൺ ഓവർ ചെയ്ത് ഒരു ലൂപ്പിനെ പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇനി യാൺ ഓവർ ചെയ്ത് ഹുക്കിലുള്ള 2 ലൂപ്പിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് 1/2 ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി യാൺ ഓവർ ചെയ്യുക. ഇനി ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇനി യാൺ ഓവർ ചെയ്ത ഒരു ലൂപ്പിനെ പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇപ്പോൾ ഹുക്കിൽ 3 ലൂപ്സ് കാണാം. ഇനി യാൺ ഓവർ ചെയ്ത് ഈ 3 ലൂപ്പിലൂടെയും പുറത്തേക്ക് വലിച്ചെടുക്കുക. അടുത്ത 3 സ്റ്റിച്ചിൽ നമ്മൾ ഓരോ ഡബിൾ ക്രോഷേ വെച്ച് ചെയ്ത് കൊടുക്കണം. യാൺ ഓവർ ചെയ്ത് ഹുക്കിനെ നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി യാൺ ഓവർ ചെയ്ത ഒരു ലൂപ്പിനെ പുറത്തേക്ക് വലിക്കുക. ഇപ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കാണാം. ഇനി യാൺ ഓവർ ചെയ്ത് ഹുക്കിലുള്ള ആദ്യത്തെ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക. എഗെയിൻ യാൺ ഓവർ ചെയ്ത് നെക്സ്റ്റ് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക. അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. അതിനടുത്ത സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. ഇനി യാൺ ഓവർ ചെയ്തൊരു ലൂപ്പിനെ പുറത്തേക്ക് വലിച്ചെടുക്കണം. ഇനി പുതിയതായി വലിച്ചെടുത്ത ഈ ലൂപ്പിനെ ഓൾറെഡി ഹുക്കിലുള്ള ലൂപ്പിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ ലീഫിൻ്റെ ഒരു പാർട്ട് ചെയ്തു. ഇനി അടുത്ത പാർട്ട് നമ്മൾ ഈ സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ പോകുകയാണ്. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. അതിനടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത 3 സ്റ്റിച്ചിൽ ഓരോ ഡബിൾ ക്രോഷേ വെച്ച് ചെയ്യണം. ഫസ്റ്റ് ഡബിൾ ക്രോഷേ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിൽ അടുത്ത ഡബിൾ ക്രോഷേ. നെക്സ്റ്റ് സ്റ്റിച്ചിലും നമ്മൾ ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കും. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കണം.
ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റിച്ചാണ്. ഈ ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 3 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കും. 1 ആ സെയിം സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ കൂടി വേണം. 2 3 നമ്മൾ ഈ ലീഫിൻ്റെ വൺ സൈഡ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ ഈ സെയിം പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ 3 സിംഗിൾ ക്രോഷേ ഇട്ടാണ് ഇപ്പം നിർത്തിയിരിക്കുന്നത്. ഞാൻ ഈ യാണിൻ്റെ അറ്റം കൂടി ക്രോഷേ ചെയ്യുന്ന കൂട്ടത്തിൽ കൊണ്ടുപോവാണ്. ഇനി നിങ്ങൾക്കത് പാടാണെങ്കിൽ അവസാനം നീഡിൽ ഉപയോഗിച്ച് സെക്യൂർ ചെയ്ത് കൊടുത്താലും മതി. അടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കണം. ഇനി അങ്ങോട്ടുള്ള 3 സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷേ വീതം ചെയ്യണം. സോ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഫസ്റ്റ് ഡബിൾ ക്രോഷേ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ രണ്ടാമത്തെ ഡബിൾ ക്രോഷേ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ മൂന്നാമത്തെ ഡബിൾ ക്രോഷേ ചെയ്യാം. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യണം. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. സിംഗിൾ ക്രോഷേ ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ. ഇനി അടുത്ത 3 സ്റ്റിച്ചിൽ ഓരോ ഡബിൾ ക്രോഷേ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം. ഇനി അടുത്ത സ്റ്റിച്ചിൽ എഗെയിൻ ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത സ്റ്റിച്ചിൽ എഗെയിൻ ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം.
ഇനിയുള്ള അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷ ചെയ്ത് കൊടുക്കണം. സെയിം സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ വേണം. ഫസ്റ്റ് സിംഗിൾ ക്രോഷ കംപ്ലീറ്റ് ആയി. ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ കൂടി ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളുടെ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷ ഉണ്ട്. ആ സിംഗിൾ ക്രോഷയിലേക്ക് കൊണ്ടുവന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു ചെയിൻ ഇട്ട് കൊടുത്ത് നമുക്ക് യാണിനെ കട്ട് ചെയ്യാം. ഇനി നമുക്ക് നീഡിൽ ഉപയോഗിച്ച് ബാക്കിയുള്ള ടൈലൻസ് ഒക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റെം ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ചെയിൻ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 55 ചെയിനാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള നീളം അനുസരിച്ച് ചെയിൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ ആവശ്യത്തിന് ചെയിൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഹുക്കിനെ പുറത്തെടുത്ത് ഞാൻ കട്ട് ചെയ്യാം. ഇനി നമ്മുടെ ലീഫും സ്റ്റെം പാർട്ടും അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് നമുക്ക് സ്റ്റെം അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച ചെയിൻ എടുക്കുക. ഈ സ്റ്റെമ്മിൻ്റെ എൻഡും നമ്മുടെ തുളിപ്പിൻ്റെ എൻഡും തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഹുക്കിനെ ഇങ്ങനെ അകത്ത് നിന്ന് സെൻറ്ററിലൂടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നൂലിൻ്റെ അറ്റം ഹുക്ക് ഉപയോഗിച്ച് അകത്തേക്ക് വലിച്ചെടുക്കണം. ഇനി രണ്ടറ്റം തമ്മിൽ കൂട്ടിക്കെട്ടണം. അതിന് വേണ്ടി തുളിപ്പിനെ നമുക്കിങ്ങനെ തിരിച്ചു പിടിക്കാം. ഇനി നല്ല ടൈറ്റായിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സൈഡ് തിരിച്ചു കൊടുക്കാം. സെയിം മെത്തേഡ് ഉപയോഗിച്ച് രണ്ടാമത്തെ തുളിപ്പും സ്റ്റെമ്മുമായിട്ട് ഇതുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ രണ്ട് തുളിപ്പും നമ്മൾ സ്റ്റെമ്മുമായിട്ട് അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് തുളിപ്പ് കോട്ടൺ ഉപയോഗിച്ച് ഫില്ല് ചെയ്യാം. എന്നിട്ട് ഇതിനെ നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് ഫില്ല് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ കോട്ടൺ അല്ലെങ്കിൽ പ്രോബ്ലം ഇല്ല. നിങ്ങളുടെ കയ്യിലുള്ള വേസ്റ്റ് yarn ഉപയോഗിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്കിത് ഫില്ല് ചെയ്യാം. നന്നായി കോട്ടൺ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് നീഡിൽ ഉപയോഗിച്ച് ഇതിനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുവന്ന് നീഡിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. yarn ഇങ്ങനെ ടൈറ്റായിട്ട് പുള്ള് ചെയ്ത് കൊടുക്കാം. ഒന്ന് രണ്ട് തവണ കൂടെ സെൻറ്ററിലൂടെ ഇങ്ങനെ നീഡിൽ ഉപയോഗിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം. സെൻറ്റർ ജോയിൻ ചെയ്തതിന് ശേഷം ഒന്നുകൂടി നീഡിലിനെ ഇങ്ങനെ സെൻറ്ററിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് രണ്ട് സൈഡ്സ് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി സൈഡിലേക്ക് ഇങ്ങനെ നീഡിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുത്ത് yarn ടൈറ്റായിട്ട് പുള്ള് ചെയ്ത് രണ്ട് സൈഡും ടൈറ്റ് ചെയ്യുക.
അങ്ങനെ നമ്മുടെ ബ്യൂട്ടിഫുൾ തുളിപ്പ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ സൈഡ്സ് എല്ലാം ജോയിൻ ചെയ്തു. ഇനി നമുക്ക് യാണിനെ സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇതിനുള്ളിലൂടെ ഇങ്ങനെ നീഡിലിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്ത് യാണിനെ സെക്യൂർ ചെയ്യാം. ഇനി നമുക്ക് യാൺ കട്ട് ചെയ്തെടുക്കാം. ഒരു തുളിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത തുളിപ്പ് കൂടി കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ലീഫ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഈ ലീഫിന് സെൻറ്ററിലുള്ള സ്ലിപ്പ് സ്റ്റിച്ചിലേക്ക് നമ്മൾ ഹുക്കിനെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ലീഫിൻ്റെ ടോപ്പ് പാർട്ടിലുള്ള സ്ലിപ്പ് സ്റ്റിച്ചിലേക്ക് ഹുക്കിനെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ സ്റ്റെം അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഹുക്ക് ഉപയോഗിച്ച് ഈ സ്ലിപ്പ് സ്റ്റിച്ചിനടിയിലൂടെ ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെടുക്കണം. നമ്മൾ പുറത്തേക്ക് വലിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഇത്തിരി ടൈറ്റായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് നമ്മൾ വളരെ സ്ലോ ആൻഡ് ജെന്റ്ലി ചെയ്യണം. ഫൈനലി നമ്മുടെ ടുലിപ്പ് ബാക്ക് ജാം റെഡി ആയിട്ടുണ്ട്. ഈ ഗ്രീൻ ആൻഡ് പീച്ച് കളർ കോമ്പിനേഷൻ കാണാൻ നല്ല രസമുണ്ടല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. കൂടുതൽ ക്രോഷേ വീഡിയോസ് നൈറ്റിംഗ് ഗ്ലൂബ്സ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടാതെ നിങ്ങൾ ക്രോഷേ ചെയ്യാൻ ഇഷ്ടമുള്ള ഫാമിലിക്കും ഫ്രണ്ട്സിനും ഈ വീഡിയോ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ക്രോഷേയിങ്.